ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ കെ സുധാകരൻ വോട്ട് ചെയ്തതിൽ ഗുരുതര ചട്ടലംഘനം നടന്നുവെന്ന പരാതി. ഇവിഎം കമ്പാർട്ട്മെന്റിലേക്ക് സുധാകരന്റെ അനുയായി ജയൻ ദിനേശ് എത്തി. അനധികൃതമായി ഇവിഎം കമ്പാർട്ട്മെന്റിൽ പ്രവേശിച്ച് മൊബൈലിൽ വീഡിയോ ചിത്രീകരിച്ചെന്ന് കാട്ടി യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. രഹസ്യ വോട്ടെടുപ്പെന്ന തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുവെന്നാണ് കെ ഷിജിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. അർജുൻ കല്യാണ വീരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ കെ സുധാകരനെതിരെ ബിജെപിയുടെ പരാതിയാണ് വന്നിരിക്കുന്നത്. എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? സ്മൃതി, അതായത് വോട്ടെടുപ്പ് ദിവസം കീഴുന്ന സൗത്ത് UP സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് കെ സുധാകരൻ വോട്ട് ചെയ്തത്. ആ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ സുധാകരന്റെ അനുയായിയായിട്ടുള്ള ജയന്ത് ദിനേശ് സുധാകരനോടൊപ്പം ഉണ്ടായിരുന്നു. ഇദ്ദേഹം അതിന്റെ രേഖകളെല്ലാം തന്നെ ഈ പോളിംഗ് ഉദ്യോഗസ്ഥരെ കാണിച്ചതിന് ശേഷം EVM കമ്പാർട്ട്മെന്റിന് സമീപത്തേക്ക് സുധാകരൻ പോവുകയും അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ജയന്ത് ദിനേശ് ആ കമ്പാർട്ട്മെന്റിന് സമീപത്തേക്ക് പോവുകയും അവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു എന്നുള്ളതാണ് ഈ പറയുന്ന BJPയുടെ യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള കെ ഷിജിൽ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ വോട്ടെടുപ്പ് ദിവസം ഈ EVM കമ്പാർട്ട്മെന്റിന് സമീപത്തേക്ക് ആർക്കും പോവാൻ തന്നെ അനുവാദമില്ല. ഏതെങ്കിലും തരത്തിൽ സഹായി വോട്ടോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഓപ്പൺ വോട്ട് സംവിധാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന വോട്ടറോടൊപ്പം മറ്റൊരു സഹായിക്ക് അവിടത്തേക്ക് പോകാൻ വേണ്ടി കഴിയുകയുള്ളൂ. സുധാകരൻ വോട്ട് ചെയ്തത് അത്തരത്തിൽ സഹായി വോട്ടല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം നടന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ സ്വകാര്യത പോലും ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ആ ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ചില സോഷ്യൽ മീഡിയ കമന്റുകളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ ഔദ്യോഗികമായി ഒരു പരാതി ലഭിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക? സുധാകരന്റെ അനുയായി, സുധാകരന്റെ സഹായി കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ പ്രതികരണം വന്നിട്ടുണ്ടോ? ഇല്ല, നിലവിൽ ഈ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുധാകരന്റെ അനുയായിയുടെ ഭാഗത്തുനിന്നോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ ഒരു പ്രതികരണം ലഭിച്ചിട്ടില്ല. എന്തായാലും പരാതി അല്പസമയം മുൻപാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. സ്വാഭാവികമായി ഇതിനകത്ത് കോൺഗ്രസിന്റെയും സുധാകരന്റെ അനുയായിയായിട്ടുള്ള ജയന്ത് ദിനേശിന്റെയും ഉൾപ്പെടെ പ്രതികരണം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.